ഹരിയാനയ്ക്കും മഹാരാഷ്ട്രയ്ക്കും ശേഷം വീണ്ടും RSS കളത്തിലിറങ്ങുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയിൽ തോറ്റുപോകും എന്ന് 100% വിധിയെഴുതിയ സ്ഥലത്ത് നിന്ന് ഹരിയാനയിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സകല പ്രതിഷേധങ്ങളും ഉടലെടുത്ത കേന്ദ്ര ബിന്ദുവായ ഹരിയാനയിൽ RSSന്റെ സഹായത്തോടെ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തോടുകൂടി BJP വിജയിച്ചു കയറിയപ്പോൾ നെഞ്ചിടിച്ചത് അല്ലെങ്കിൽ വാ പൊളിച്ചു പോയത് ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികളും മറ്റ് ശക്തികളുമാണ്. അതേ RSS മഹാരാഷ്ട്രയിൽ ചരിത്ര വിജയം സമ്മാനിച്ച RSS ഇതാ വീണ്ടും കളത്തിലിറങ്ങുന്നത് മറ്റൊന്നിനുമല്ല, ഡൽഹി പിടിക്കാനാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനായി BJPയുടെയും RSSന്റെയും സുപ്രധാനമായ ഒരു യോഗം ചേർന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, പാർട്ടിയും RSSും തമ്മിലുള്ള ഏകോപനത്തിന്റെ ഉത്തരവാദിത്തത്തിനായി അത് കൈകാര്യം ചെയ്യാൻ RSS ജോയിന്റ് ജനറൽ സെക്രട്ടറി അരുൺ കുമാറിനെയാണ് ഡൽഹിയിൽ നിയമിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. BJPയുടെ ഡൽഹി സംസ്ഥാന ഘടകത്തിലെ ചെറിയ ഗ്രൂപ്പുകളുമായി നിരവധി കൂടിക്കാഴ്ചകളാണ് ഇതിനോടകം നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. RSS കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. പോരാത്തതിന് ആം ആദ്മി പാർട്ടിക്കെതിരെ തിരിയാൻ 65ഓളം ചെറിയ ടീമുകളായി അർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കാൻ പല ഗ്രൂപ്പുകളായി RSS ഡൽഹിയിൽ തിരിഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. വീട് വീടാന്തരം കയറിയിറങ്ങി ഫീഡ്ബാക്ക് ശേഖരിക്കുകയാണ് നിലവിൽ ഈ ടീമുകൾ. AAPയുടെ മേഖലയായി കണക്കാക്കപ്പെടുന്ന തലസ്ഥാനത്തെ ജുഗ്ലി തോപ്സി എന്ന് പറയുന്ന ക്ലസ്റ്ററുകൾ പോലുള്ള പ്രധാന മേഖലകളിൽ ആയിരക്കണക്കിന് യോഗങ്ങൾ ചേരാനാണ് RSSന്റെ നിലവിലത്തെ ഇപ്പോഴത്തെയും തീരുമാനം. അതിനുശേഷം എന്തായിരിക്കും സുപ്രധാനമായ അജണ്ട അവിടെ വേണ്ടത് എന്ന് കൃത്യമായി നിരീക്ഷിക്കും. പോരാത്തതിന് ഡൽഹി പിടിക്കുക എന്നുള്ളത് BJP ഒറ്റയ്ക്ക് ചേർന്ന് നിന്നപ്പോൾ നടക്കാത്ത കാര്യമാണ്. എന്നാൽ RSS കളത്തിലിറങ്ങിയപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെയും അതിഷിയുടെയും ചങ്കിടിക്കുന്നു എന്ന കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല. ഇതിനിടയിൽ വമ്പൻ നീക്കം നടത്താനായി കോൺഗ്രസും പല ഭാഗങ്ങളിൽ നിന്നായി ശ്രമിക്കുന്നുണ്ട്. സുപ്രധാനമായി RSSനും BJPക്കും അറിയേണ്ടത് അവർ യോഗം ചേരുന്നത് ആരെയാണ് ഡൽഹിയിൽ ഒരു മുഖമായി ഉയർത്തി കാണിക്കേണ്ടതെന്നാണ്. നമുക്കറിയാം RSSനും BJPക്കും അവിടെ കൃത്യമായ ഒരു മുഖം ഡൽഹിയിലില്ല. പ്രത്യേകിച്ച് BJPക്ക് ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കാൻ ഒരു മുഖം അവിടെ ഇല്ല എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ഒരു അപജയം തന്നെയാണ്. പോരാത്തതിന് അതിനകത്തുള്ള BJPക്കകത്തുള്ള ഗ്രൂപ്പ് വഴക്കുകൾ, ഗ്രൂപ്പ് സമവാക്യങ്ങൾ എല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ച് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാനാണ് RSSന്റെ നിലവിലത്തെ ആഹ്വാനം എന്നും നമുക്ക് മനസ്സിലാകുന്നു. ആം ആദ്മി പാർട്ടി കൺവീനറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെതിരെ ആരെയാണ് ഉയർത്തിക്കാട്ടേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഒരു ചെറിയ സൂചന നമുക്ക് ലഭിച്ചിരിക്കുന്നത്, ഇത് സൂചന മാത്രമാണ് എങ്കിലും അത് സ്മൃതി ഇറാനി ആയിരിക്കും എന്നുള്ള ചെറിയൊരു സൂചനകൾ ഇനി അങ്ങോട്ട് മാറിയേക്കാം എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. സ്മൃതി ഇറാനി ആം ആദ്മി പാർട്ടിയെ നേരിടാൻ, അതിഷിയെ നേരിടാൻ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കളി മാറും എന്ന് തന്നെയാണ് BJPയിലെ പല ആൾക്കാരും RSSന് മുന്നിൽ വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. സ്മൃതി ഇറാനി ഡൽഹിയിൽ ഇറങ്ങുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇത്തവണ വനിതാ വോട്ടർമാർ, യുവാക്കൾ, OBC തുടങ്ങി പ്രത്യേക മേഖലകളിലെ പ്രവർത്തനങ്ങളാണ് RSS ഡൽഹിയിൽ ഏകോപിപ്പിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇത് പക്ഷേ നമ്മുടെ കണ്ണിന് കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണ് RSSന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത്. ഡൽഹിയിലെ ഒരു സാധാരണ ദിവസം പോലെ RSSന്റെ പ്രവർത്തനങ്ങൾ യാതൊരുവിധ ശബ്ദവുമില്ലാതെ അല്ലെങ്കിൽ കോലാഹലവും ബഹളവും ഇല്ലാതെ കടന്നു പോകുമെന്നുള്ളതാണ് RSSന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഡൽഹിയിൽ 1 ഡസനിലധികം കമ്മിറ്റികൾ ഇതിനോടകം തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് രൂപീകരിച്ചിട്ടുണ്ട്. സൗത്ത് ഡൽഹി MP റാംവീർ സിംഗ് ബിധുരയുടെ നേതൃത്വത്തിൽ 12-അംഗ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കമ്മിറ്റി അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. പോരാത്തതിന് ഹർഷവർദ്ധൻ, മീനാക്ഷി ലേഖി, വിജയ് ഗോയൽ, അരവിന്ദ് സിംഗ് ലൗലി എന്നിവരുൾപ്പെടെ പാർട്ടിയുടെ പ്രമുഖ മുഖങ്ങൾ, അംഗങ്ങളുള്ളവർ എല്ലാവരും തന്നെ ഡൽഹിക്കായി അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.